ജസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൻ്റെ 4 പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഉപയോഗമാണ് ഇപ്പോൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട്. നൗ, NOW, നൗ. ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് എ സ്റ്റോറി. ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് എ സ്റ്റോറി. ഈ ഒരു സെൻറ്റൻസിൽ നൗ എന്ന് പറയുന്ന വേർഡ് ചേർക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാ ആണ്. എങ്ങനെ? ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് എ സ്റ്റോറി നൗ. ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് എ സ്റ്റോറി നൗ. ഇവിടെ നൗ എന്ന് പറയുന്ന വേർഡ് തികച്ചും എക്സ്ട്രാ ആണ്. സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പക്ഷേ നൗ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ എന്നർത്ഥം. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഞാൻ ഇങ്ങോട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് ഇവിടെ എത്തിയത്? അപ്പോൾ നിങ്ങൾ പറയാണ്, ഞാൻ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഞാൻ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഐ ഹാവ് ജസ്റ്റ് കം ഹിയർ. ഐ ഹാവ് ജസ്റ്റ് കം. ഞാൻ എത്തിയതേ ഉള്ളൂ. ഇനി ജസ്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ് ഓൺലി എന്ന് പറയുന്ന വേർഡിന് പകരമായിട്ട് നമ്മൾ ജസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഓൺലി. എങ്ങനെ? എൻ്റെ കയ്യിൽ കുറച്ച് കോയിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ ഞാൻ പറയാണ്, ഇറ്റ് ഈസ് ഓൺലി 10 rupees. ഇറ്റ് ഈസ് ഓൺലി 10 rupees. ഇവിടെ ഓൺലി ഒഴിവാക്കിയിട്ട് അവിടെ ജസ്റ്റ് ഉപയോഗിക്കാം. എങ്ങനെ? ഇറ്റ് ഈസ് ജസ്റ്റ് 10 rupees. ഇറ്റ് ഈസ് ജസ്റ്റ് 20 rupees. ഇറ്റ് ഈസ് ജസ്റ്റ് 35 rupees. ഓൺലി എന്ന് പറയുന്ന വേർഡ് പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ജസ്റ്റ് ഉപയോഗിക്കാം. ഇനി നമ്മുടെ ജസ്റ്റിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ് എന്തെന്നറിയോ? എക്സാക്ട്ലി. എക്സാക്ട്ലി എന്ന് പറയുന്ന വേർഡിന് പകരമായിട്ട് നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ ഉദാഹരണം പറയാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, വാട്ട് ഈസ് ദ ടൈം നൗ? വാട്ട് ഈസ് ദ ടൈം നൗ? അപ്പോൾ നിങ്ങൾ പറയാണ്, ഇറ്റ് ഈസ് എക്സാക്ട്ലി 6 o'clock. ഇറ്റ് ഈസ് എക്സാക്ട്ലി 6 o'clock. അപ്പോൾ ഇവിടെ എക്സാക്ട്ലി ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് ചേർക്കാം? ജസ്റ്റ് ചേർക്കാം. ജസ്റ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് 6 o'clock. ഇറ്റ് ഈസ് ജസ്റ്റ് 6:30. ഇറ്റ് ഈസ് ജസ്റ്റ് 7 o'clock. എക്സാക്ട്ലി. ഇനി നമ്മുടെ ജസ്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ നാലാമത്തെ ഉപയോഗമാണ് റിയലി. റിയലി. റിയലി എന്ന് പറയുന്ന വേർഡിന് പകരമായിട്ട് ഇവിടെ ശരിക്കും ഒരു കാര്യത്തെ ഊന്നി പറയാൻ വേണ്ടിയിട്ട് ശരിക്കും, റിയലി, അല്ലെങ്കിൽ വളരെ അധികം. ഞാൻ പറയാണ്, ഐ റിയലി ലവ് ദിസ് ടീഷർട്ട്. എന്താണ്? ഐ റിയലി ലവ് ദിസ് ടീഷർട്ട്. എനിക്ക് ശരിക്കും ഈ ടീഷർട്ട് ഇഷ്ടമായി. ഇവിടെ റിയലി എന്ന് പറയുന്ന വേർഡ് ഒഴിവാക്കിയിട്ട് അവിടെ ജസ്റ്റ് ചേർക്കാം. ഐ ജസ്റ്റ് ലവ് ദിസ് ടീഷർട്ട്. ഐ ജസ്റ്റ് ലവ് ദിസ് ടീഷർട്ട്. എനിക്ക് ഈ ടീഷർട്ട് ശരിക്കും ഇഷ്ടമായി, അല്ലെങ്കിൽ വളരെയധികം ഇഷ്ടമായി എന്നർത്ഥം.